നമസ്കാരം. ഞാൻ വീട്ടിലെ ഒരു പേരമരത്തിൽ എയർ ലെയറിങ് സിസ്റ്റത്തിൽ ഒരു പരീക്ഷണം നടത്തിയതാണ്. 2 മാസം 29 ദിവസമായി. ഇന്ന് ഇതൊന്ന് അയച്ചു നോക്കുകയാണ്. സംഗതി വിജയിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അയച്ചു നോക്കുകയാണ്. ആദ്യം മുകളിൽ പ്ലാസ്റ്റിക് കവർ ചുറ്റിയിട്ടുണ്ട്, അതാദ്യം എടുത്ത് മാറ്റണം. അതിൽ റൂട്ട് കാണുന്നുണ്ട്, വേര് കാണുന്നുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി വളരെ സൂക്ഷ്മതയോടുകൂടി സാവധാനം വേരിലെ ഇളക്കം തട്ടാതെ ആണ് എടുക്കേണ്ടത്. ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ, പഴയ ചെറിയ കുപ്പിയിലാണിത് ചെയ്തത്. ചെയ്തതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വീണ്ടും ചെയ്യുമ്പോൾ ഒന്ന് എടുത്തിട്ട് പിന്നെ കാണിക്കാം. പതുക്കെ അതെടുക്കണം, വേരിളകാതെ. അങ്ങനെ നോക്കട്ടെ. കുപ്പി ഇങ്ങനെ ഇളക്കിയെടുക്കണം, ശ്രദ്ധ വേണം. ആണിവേരില്ലാത്തതാണ്. അയ്യോ, കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പോയി, സാരമില്ല, കുഴപ്പമില്ല. ബോട്ടിലെടുക്കാൻ കഴിഞ്ഞു. വേര് ഇതാ ഇപ്പുറത്ത് കണ്ടോ, വേര് കാണുന്നുണ്ട്. അതേപോലെ ഈ സൈഡിലുണ്ട്. ഇനി ഇത് പതുക്കെ, അയ്യോ, ഇത് ആദ്യം ആയതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്നറിയില്ല. എന്നാലും പരീക്ഷണം നിലയ്ക്ക് ചെയ്ത് നോക്കുകയാണ്. ഞാൻ വേറെ ഒരു 3 കൊമ്പിലൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ താഴെ ഈ കൊമ്പ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം, മുറിച്ചെടുക്കണം. ഞാൻ കത്തി ആയതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആക്സോ ബ്ലേഡാണ് വേണ്ടത് ശരിക്ക്. ഇതിപ്പോൾ ആദ്യം ആയതുകൊണ്ടൊന്നും അങ്ങനെ ഒരു പരീക്ഷണം നടത്തുക എന്നുള്ളവർക്ക് വിരലിൽ ചോര കാണുന്നുണ്ട്. കുഴപ്പമില്ല, പതുക്കെ മുറിച്ചെടുക്കുക. ഏതായാലും നോക്കണ്ടോ, ഇതാണ് ശരിക്കും റൂട്ട്. നല്ലോണം റൂട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുൻപായിട്ട് തന്നെ ഞാൻ പ്ലോട്ടിംഗ് മിശ്രിതം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പഴയ ബക്കറ്റിലാണ് ചാണകപ്പൊടി, അതേപോലെ ചകിരിച്ചോറ്, മണ്ണ്, ഇത് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചതാണ്. ഇതിൽ വെച്ചിട്ട് ഇനി വേര് ഇതിൽ പിടിച്ച് കിട്ടണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 കമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് സപ്പോർട്ട് കൊടുക്കാനാണ്. വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ് വെക്കേണ്ടത്, പിടിച്ച് കിട്ടുവോളം. അത് കഴിഞ്ഞതിന് ശേഷം വെയിലത്ത് വെക്കാം. ഇതിൽ കായുള്ളൊരു സ്റ്റെമ്പാണിത്. ഞാൻ ചെയ്തപ്പോൾ ഇപ്പോഴുള്ള കായാണ്. ഇപ്പോൾ കായ ഒന്ന് വലുതായിട്ടുണ്ട്. ഏതായാലും ഇത് പിടിച്ചതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഓക്കെ.